ഇസ്രായേൽ ഇറാനിൽ കനത്ത നാശം വിതയ്ക്കുകയാണ്. ഇറാനിലെ പ്രമുഖരെ ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ ആക്രമണം നടത്തുന്നത്. ഇറാനിൽ ഇസ്രായേൽ നടത്തിയ ആദ്യ ആക്രമണത്തിൽ തന്നെ ഇറാന് നഷ്ടമായത് നിരവധി ഉന്നതരെയാണ്. ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ തെഹ്റാനിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇറാൻ്റെ ഇൻ്റലിജൻസ് മേധാവി കൊല്ലപ്പെട്ടു. ഇൻ്റലിജൻസ് മേധാവി മുഹമ്മദ് ഖസേമിയും മറ്റ് 2 ജനറൽമാരുമാണ് കൊല്ലപ്പെട്ടത്. ഇക്കാര്യം ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. 65 മണിക്കൂർ നീണ്ട ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ ഇറാനിൽ 244 പേർ കൊല്ലപ്പെട്ടതായി റവല്യൂഷണറി ഗാർഡ് അറിയിച്ചു. 1200-ലധികം പേർക്ക് പരിക്കേറ്റതായും റവല്യൂഷണറി ഗാർഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിനിടെ ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ വധിക്കാൻ ഇസ്രായേൽ പദ്ധതിയിട്ടിരുന്നതായി റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ഇസ്രായേലിൻ്റെ പദ്ധതി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇടപെട്ട് തടഞ്ഞതായി 2 US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് റോയിറ്റേഴ്സ് ഞായറാഴ്ച റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേൽ ഇറാനിൽ ആക്രമണം തുടങ്ങിയത് മുതൽ ഉയർന്ന US ഉദ്യോഗസ്ഥർ ഇസ്രായേലിലെ ഉദ്യോഗസ്ഥരുമായി നിരന്തരം ആശയവിനിമയം നടത്തുന്നുണ്ടെന്നും US ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇറാൻ്റെ പരമോന്നത നേതാവ് ഖമേനിയെ വധിക്കാൻ അവസരം ലഭിച്ചെന്നും എന്നാൽ ട്രംപ് ഇടപെട്ട് ആ പദ്ധതി തടഞ്ഞെന്നും ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തി. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ട്രംപ് നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. എന്നാൽ നെതന്യാഹു ഈ വാർത്തയോട് പ്രതികരിച്ചില്ല. ഇസ്രായേൽ ചെയ്യേണ്ടത് ചെയ്യും, അമേരിക്കയ്ക്ക് എന്താണ് നല്ലതെന്ന് അമേരിക്കയ്ക്കും അറിയാമെന്ന് കരുതുന്നതായും ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ നെതന്യാഹു പറഞ്ഞു. ഇറാൻ്റെ നേതൃത്വത്തെ ദുർബലമെന്നാണ് അഭിമുഖത്തിൽ നെതന്യാഹു വിശേഷിപ്പിച്ചത്. സംഘർഷം ഒരു ഭരണമാറ്റത്തിന് കാരണമാകുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഭരണമാറ്റം ഉണ്ടാകുമെന്ന നെതന്യാഹുവിൻ്റെ പരാമർശവും ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ വധിക്കാൻ ഇസ്രായേൽ പദ്ധതിയിട്ടു എന്ന റിപ്പോർട്ടും ചേർത്ത് വായിക്കുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകും. 1979-ലാണ് ഇറാനിൽ പഹ്ലവി ഭരണം അവസാനിച്ചത്. ചരിത്രത്തിലുടനീളം അടുത്തും അകന്നും കഴിഞ്ഞ രാജ്യങ്ങളാണ് ഇറാനും ഇസ്രായേലും. 1979-ലെ ഇസ്ലാമിക വിപ്ലവവും തുടർന്നുണ്ടായ പഹ്ലവി രാജവംശത്തിൻ്റെ പതനത്തിനും പിന്നാലെയാണ് ഇറാൻ ഇസ്രായേൽ ബന്ധം കൂടുതൽ തകർന്നത്. ഇസ്ലാമിക വിപ്ലവത്തെ തുടർന്ന് ഇറാൻ്റെ ഭരണാധികാരിയായിരുന്ന ഷാ മുഹമ്മദ് റസ പഹ്ലവിയെ അട്ടിമറിക്കുകയും ആയത്തുള്ള റുഹുള്ള ഖമേനി ഇറാനിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് സ്ഥാപിക്കുകയും ചെയ്തു. പിന്നാലെ ഇറാൻ ഇസ്രായേലുമായുള്ള ബന്ധം പൂർണ്ണമായി അവസാനിപ്പിക്കുകയും ചെയ്തു. ഇറാനിൽ ഖമേനിമാരുടെ ഭരണം തുടങ്ങുന്നത് അങ്ങനെയാണ്. അതിൻ്റെ പിന്മുറക്കാരനാണ് നിലവിലെ ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി. ഈ പരമോന്നത നേതാവാണ് ഇറാനിലെ അവസാന വാക്ക്. ഇത് പാരമ്പര്യമായി കൈവരുന്ന പദവിയാണ്. ഈ രാജവംശ രീതിക്കെതിരെ ഇറാനിൽ ശക്തമായ പ്രതിഷേധവും നിലനിൽക്കുന്നുണ്ട്. പതിവിന് വിരുദ്ധമായി ഇറാൻ്റെ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി അലി ഖമേനിയുടെ പദവിയിലെത്തുമെന്നാണ് കരുതിയിരുന്നത്. ഖമേനിയുടെ ഏറ്റവും വിശ്വസ്തനായിരുന്നു ഇബ്രാഹിം റൈസി. ഹെലികോപ്റ്റർ അപകടത്തിലാണ് റൈസി ദുരൂഹമായി കൊല്ലപ്പെട്ടത്. പിന്നാലെ നടന്ന തെരഞ്ഞെടുപ്പിലാണ് പെസഷ്കിയൻ ഇറാൻ്റെ പ്രസിഡന്റായി അധികാരമേറ്റെടുത്തത്. വലിയൊരു മാറ്റത്തിൻ്റെ വക്താവാണ് പെസഷ്കിയനെ തെരഞ്ഞെടുപ്പിൽ അവതരിപ്പിച്ചത്. അലി ഖമേനിക്ക് താല്പര്യമില്ലാത്ത സ്ഥാനാർത്ഥിയായിരുന്നു പെസഷ്കിയൻ. എന്നാൽ ഇറാനിലെ ജനം പെസഷ്കിയനാണ് തിരഞ്ഞെടുത്തത്. അലി ഖമേനിക്കെതിരായ ജനവിധി എന്നൊക്കെ നിരീക്ഷണങ്ങൾ വന്നു. എന്നാൽ അലി ഖമേനി പറയുന്നതിനപ്പുറം പ്രവർത്തിക്കാൻ പെസഷ്കിയന് കഴിയില്ലെന്ന് ചില നിരീക്ഷകർ അഭിപ്രായപ്പെട്ടിരുന്നു. ഈ നിരീക്ഷണം പോലെ തന്നെയാണ് സംഭവിച്ചത്. ഇറാൻ്റെ പരമാധികാരിയായി അലി ഖമേനി തുടരുന്നു. അലി ഖമേനിക്ക് ശേഷം ഇറാൻ്റെ പരമോന്നത നേതൃത്വത്തിൽ ആരാവും എത്തുക? 85-കാരനായ അലി ഖമേനി മകൻ 55-കാരനായ മൊജ്തബ ഖമേനിയെ പിൻഗാമിയായി തെരഞ്ഞെടുത്തു എന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു. അലി ഖമേനിയുടെ 2ാമത്തെ മകനാണ് മൊജ്തബ ഖമേനി. ഇറാനെ യാഥാസ്ഥിതിക രാജ്യമായി നിലനിർത്തുന്നതിൽ മുഖ്യ റോൾ ഖമേനിമാർക്കുണ്ട്. പെസഷ്കിയൻ എന്ന ഫ്ലെക്സിബിളായ ഡോക്ടറായ പ്രസിഡന്റിന് പോലും ഇറാനിൽ വലിയ മാറ്റം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. ഇതിനെല്ലാം പിന്നിൽ ഇറാൻ്റെ പരമോന്നത നേതാവാണെന്ന ആരോപണമാണ് ഉയരുന്നത്. മാത്രമല്ല, ഇസ്രായേൽ വിരോധം ശക്തമാകുന്നത് ഖമേനിമാർ ഇറാൻ്റെ അധികാരം പിടിച്ചെടുത്ത ശേഷമാണ്. അതുകൊണ്ടാവണം ആയത്തുള്ള അലി ഖമേനിയെ ഇറാൻ ലക്ഷ്യമിട്ടത്. ഇസ്രായേലിൻ്റെ മൊസാദ് ഖമേനിയുടെ പിന്നാലെ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. തെഹ്റാൻ്റെ വടക്ക് കിഴക്കൻ പ്രദേശത്താണ് അലി ഖമേനിയും കുടുംബവും ബങ്കറിൽ കഴിയുന്നുണ്ടെന്നും ഈ പ്രദേശം ട്രാക്ക് ചെയ്തിട്ടുണ്ടെന്നും ഇസ്രായേൽ അവകാശപ്പെടുന്നു. ഖമേനിയെ തകർത്താൽ ഇറാനിൽ എന്ത് സംഭവിക്കും? ഇറാനിലെ ഏറ്റവും ശക്തനായ ഇസ്രായേൽ വിരുദ്ധൻ ഇല്ലാതാകും. പിന്നീട് എന്ത് സംഭവിക്കും? ഒരുപക്ഷെ ചരിത്രത്തിൽ മുമ്പ് സംഭവിച്ചിട്ടുള്ളതുപോലെ ഇസ്രായേലിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഭരണാധികാരി എത്തുമോ? എന്തായാലും അലി ഖമേനിയും കുടുംബവും ഇസ്രായേലിൻ്റെ റഡാറിനുള്ളിൽ തന്നെയാണ്.